പ്രിയരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. വാക്കുകളെക്കുറിച്ച്, വാക്കുകളുടെ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വാക്കുകൾ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുവാൻ സാധ്യമായ പ്രതികരണങ്ങളെക്കുറിച്ച് പല ആവർത്തി സദൃശവാക്യ പുസ്തകത്തിൽ ജ്ഞാനി രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് വാക്കുകളെക്കുറിച്ച് തന്നെയാണ്, ഒരു വ്യക്തി പറയുന്ന ഉത്തരത്തെക്കുറിച്ചാണ് ജ്ഞാനി വീണ്ടും രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ജ്ഞാനി നൽകുന്ന ഉപദേശമായി, അല്ല സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ജ്ഞാനി നൽകുന്ന ഉപദേശമായി നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. നാം പറയുന്ന ഉത്തരം, ആ ഉത്തരം ഹേതുവായി മറ്റുള്ളവർക്ക് സന്തോഷം വരാം, സന്താപം വരാം. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, തകർച്ചയുണ്ടാകാം. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് പല ആവർത്തി നാം ചിന്തിച്ചതാണ്. എന്നാൽ ഇവിടെ ജ്ഞാനി രേഖപ്പെടുത്തുന്നത് താൻ പറയുന്ന ഉത്തര ഹേതുവായി മനുഷ്യന് സന്തോഷം വരുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അതുപോലെ തന്നെയാണ് തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ അതെത്ര മനോഹരമായി തീരാമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. വാക്കുകൾക്ക് സന്തോഷം നൽകുവാൻ കഴിയും എന്ന് പറയുമ്പോൾ പരസ്പരം സന്തോഷം പകർന്നു നൽകുവാൻ കഴിയുന്ന ചാലകങ്ങളാണ് വാക്കുകൾ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അയാളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ആയിരിക്കുന്ന അവസ്ഥ, നിന്റെ പ്രയാസങ്ങളെ, നിന്റെ സങ്കടങ്ങളെ നീ നേരിടുമ്പോൾ നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് കരം പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അവസ്ഥ, നീ കടന്നു പോകുന്ന പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞുവെന്ന് വരികയില്ല. എങ്കിലും ആ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുവാൻ കഴിയുന്ന അവസ്ഥ, വാക്കുകൾക്ക് പരസ്പരം സന്തോഷം നൽകുവാനായിട്ട് കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രോത്സാഹനം നൽകിയ വാക്കുകളെക്കുറിച്ച് നാം ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനി രേഖപ്പെടുത്തുന്നത്, ശരിയായ വാക്ക്, ആ വാക്ക് പ്രചോദനം നൽകുന്നതാണ്. ജീവിതത്തിൽ പരാജയങ്ങളുടെ മധ്യേ, ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും നഷ്ടപ്പെട്ട് നിന്ന നിമിഷങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രചോദനം നൽകുന്ന വാക്കുകളെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. വാക്കുകൾ സാന്ത്വനം നൽകുന്ന അനുഭവമാണ്. ഒരു അധ്യാപകൻ തൻ്റെ തകർച്ചയുടെ മധ്യേ അരികിലെത്തിയ അനുഭവത്തെക്കുറിച്ച് ഒരു പട്ടാള മേധാവി തൻ്റെ സാക്ഷ്യം പറയുന്നത്, ജീവിതത്തിൽ ഒന്നൊന്നായി പ്രതിസന്ധികൾ നേരിട്ടു, പരാജയങ്ങൾ നേരിട്ടു, തകർച്ച നേരിട്ടു. എല്ലാം വെച്ച് അവസാനിപ്പിക്കുവാനായി ശ്രമിച്ച് ദുഃഖിതനായി ഇരുന്നപ്പോഴാണ് എൻ്റെ ചുമലിൽ ഒരു കരസ്പർശം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അധ്യാപികയാണ്. അവരെന്നെ ചോദിച്ചു, മോനെ എന്താണ് പ്രശ്നം? പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. തളർന്നു പോകാതിരിക്കുവാൻ സൂക്ഷിക്കുക, പോരാട്ട വീര്യം നഷ്ടപ്പെടാതെ നോക്കുക, നീ വിജയിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 2 വാക്കുകൾ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായി അവൻ രേഖപ്പെടുത്തുകയാണ്. പോരാട്ട വീര്യം നഷ്ടമാക്കാതെ സൂക്ഷിക്കുക. പ്രിയമുള്ളവരെ,
ഒരു വാക്ക്, ശരിയായ സമയത്ത് പറയുന്ന ഒരു വാക്ക്, അത് പ്രചോദനം ആകുവാൻ കഴിയും, അത് പ്രോത്സാഹനം ആകുവാനായിട്ട് കഴിയും. മനം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. എത്രയെത്ര ആളുകളാണ് കാലാന്തരങ്ങളിൽ ഈ ഒരു ദൈവവചന വാക്യത്താൽ ശക്തീകരിക്കപ്പെട്ടിട്ടുള്ളതെന്നറിയാമോ? സാന്ത്വനം നൽകുന്ന ദൈവവചനം. മനം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. തകർന്നുപോയ അവസ്ഥകളുടെ മധ്യേ, എൻ്റെ വേദനയുടെ മധ്യേ, എൻ്റെ പ്രയാസത്തിൻ്റെ മധ്യേ എവിടെയാണ് ദൈവം എന്നറിയാതെ നാം ചോദിച്ചു പോകുമ്പോഴാണ് തകർന്നു പോകുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, തകർന്ന മനസ്സോടെ ആയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ചിലപ്പോൾ ഒരു വാക്ക് ജീവിതം തന്നെ തിരുത്തലിന് സാധ്യമായി തീരും. ആ തിരുത്തലിൻ്റെ സാധ്യത രണ്ടാം ഊഴങ്ങൾ നൽകുന്ന, രണ്ടാം അവസരങ്ങൾ നൽകുന്ന എത്രയോ അധ്യാപകരുടെ സാക്ഷ്യങ്ങളായി, അനുഭവങ്ങളായി നാം കേട്ടിട്ടുണ്ട്. പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ പോലെ തന്നെയാണ് ഉദ്ബോധനം നൽകുന്ന വാക്കുകൾ. അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളുടെ മധ്യേ പുതിയ ഉൾക്കാഴ്ചകൾ നൽകി വഴികാട്ടുന്ന വാക്കുകൾ, ശരിയായ വാക്കുകൾ, അത് ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന, ജീവിതങ്ങളിൽ അനന്തമായ സന്തോഷം നൽകുന്ന അനുഭവമായി മാറും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യം. ഞാനീ വളരെ വ്യക്തമായി പറയുകയാണ്, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ എത്ര മനോഹരം. ചിലപ്പോൾ നാം സ്മാരക ശുശ്രൂഷകളിൽ പങ്കെടുക്കാറുണ്ട്. ജീവിതങ്ങളിൽ ഒരുപക്ഷെ ഏകാന്തതയിൽ ജീവിച്ചു മരിച്ച മനുഷ്യരാകാം. എന്നാൽ അവരെക്കുറിച്ച് നല്ലത് പറയുന്നത് നാം കേൾക്കുമ്പോൾ, ഘോരഘോരം അവരെക്കുറിച്ചുള്ള നന്മകൾ പ്രഘോഷിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ അറിയാതെ നാം ഉള്ളിൽ പറയാറുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ അരികെ ചെന്ന് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അതെത്ര മനോഹരമായിരുന്നേനെ, അതെത്ര സന്തോഷദായകമായിരുന്നേനെ. സമയത്തിൻ്റെ പ്രാധാന്യം, ശരിയായ സമയത്ത് പറയുന്ന വാക്കുകൾ, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. വാക്കുകളുടെ ശക്തി ആയിരിക്കുന്ന അവസ്ഥകൾക്ക് അവസ്ഥാന്തരം ഉണ്ടാക്കുവാൻ കഴിയുന്ന അനുഭവങ്ങളാണ്. ശരിയായ വാക്ക് ഒരു വ്യക്തിയുടെ പരിജ്ഞാനത്തിൻ്റെ, ഒരു വ്യക്തിയുടെ പക്വതയുടെ അടയാളമായി രേഖപ്പെടുത്തുന്നു. വാക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുക, അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വാക്കുകൾക്ക് മുറിവേൽപ്പിക്കുവാനായിട്ട് കഴിയും. മനസ്സിനേൽക്കുന്ന മുറിവുകൾ, വികാരങ്ങൾ ഏൽക്കുന്ന മുറിവുകൾ, അത് ആഴമേറിയതാണ്, അഗാധതയേറിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അനുകമ്പയുള്ള വാക്കുകളാകട്ടെ, അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങളാണ്. അഭയാർത്ഥികൾ വന്നു പാർക്കുന്ന ഇടത്ത് നാം ചെല്ലുമ്പോൾ, അവരോട് നാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളോട് സംസാരിക്കുന്നവർ ഞങ്ങളെ അടിമകളെപ്പോലെ കണ്ട് സംസാരിക്കുന്നവരുണ്ട്, തടവുകാരെ പോലെ കണ്ട് സംസാരിക്കുന്നവരുണ്ട്, മനുഷ്യരെ പോലെ കാണുവാനാകാതെ മൃഗങ്ങളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തരായി ചിലർ ഞങ്ങളിലെ മനുഷ്യരെ കാണുന്നു. സ്വന്തം ദേശം വിട്ട് ഓടേണ്ടി വരുന്ന ഞങ്ങളുടെ അവസ്ഥയുടെ വേദനകളെ കാണുന്നു. ഞങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കണ്ണുനീര് വറ്റിപ്പോയ അനുഭവത്തിലും ഞങ്ങളുടെ പ്രയാസങ്ങളെ കാണുന്നു. ഈ പ്രയാസങ്ങളുടെ ആഴമേറിയ അനുഭവങ്ങളാണ് തക്ക സമയത്ത് അവരുടെ ഒരു നോക്ക്, തക്ക സമയത്ത് അവരുടെ വാക്ക് മരുഭൂമിയിലെ നീരുറവ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് പല ആവർത്തി നാം ചിന്തിച്ചതാണ്. വാക്കുകളുടെ സൗഖ്യദായക ശക്തിയെക്കുറിച്ചും നാം പല ആവർത്തി രേഖപ്പെടുത്തിയതുമാണ്. യേശുവിൻ്റെ വാക്കുകൾ, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ, സന്തോഷം നൽകുന്ന വാക്കുകളുടെ ഉദാഹരണങ്ങളാണ്. ജീവസന്ദായകമായ
യേശുവിൻ്റെ എത്രയോ വാക്കുകൾ. 38 വർഷക്കാലം രോഗിയായി കിടന്ന ഒരു മനുഷ്യനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഈ മനുഷ്യൻ രോഗിയായി 38 വർഷക്കാലം ശിലോഹാം കുളത്തിൻ്റെ അരികെ കിടക്കുകയാണ്. കുളത്തിലെ വെള്ളം കലക്കുന്ന ദൂതൻ ആദ്യം ഇറങ്ങുന്നയാൾക്ക് സൗഖ്യം, അതായിരുന്നു അവിടുത്തെ വിശ്വാസം. എന്നാൽ ആരുമില്ലാത്തവനായി 38 വർഷക്കാലം കിടക്കുന്ന ആ ഒരു മനുഷ്യനെ യേശു കണ്ടു. യേശു അവൻ്റെ അരികിലെത്തി, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുകയാണ്. അവൻ്റെ മറുപടി, കർത്താവേ, എനിക്കാരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇറങ്ങിച്ചെല്ലുവാൻ ശ്രമിക്കുമ്പോൾ വേറൊരാൾ എനിക്ക് മുമ്പേ ഇറങ്ങിക്കഴിയുന്നു. യേശു അവനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുമ്പോൾ, എഴുന്നേൽക്ക, കിടക്കയെടുക്കുക, നടക്കുക, 3 വാക്കുകളാണ്. അവൻ്റെ ജീവിതത്തിൽ ആ 3 വാക്കുകൾ കൊണ്ടുവന്ന സന്തോഷം, വിടുതൽ, വീണ്ടെടുപ്പ്, ജീവസന്ധായകമായ അനുഭവം. യോഹന്നാൻ പറയുന്നത് അന്ന് ഒരു ശബത്ത് നാളായിരുന്നു. യെരുശലേം പട്ടണത്തിൽ, യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ അല്ല കർത്താവായ യേശു ക്രിസ്തു, മറിച്ച് ആ ശബത്ത് നാളിൽ ദേവാലയത്തിൻ്റെ പുറത്ത് ശിലോഹാം കുളക്കരയിൽ അവിടെ മുടന്തർ, കുരുടർ, രോഗികളായിരുന്നവർ കിടന്ന സ്ഥലത്ത് വേദനിക്കുന്നവന്റെ അരികിൽ പാർശ്വങ്ങളിൽ എത്തുന്ന ഒരു യേശുവിന്റെ ചിത്രം. ജീവസന്ധായകനായ അവൻ അധികാരത്തോടുകൂടി സംസാരിച്ചു. സൗഖ്യദായകനായ യേശുവിന്റെ വാക്കുകൾ എത്രയെത്ര ജീവിതങ്ങളിലാണ് എഴുന്നേൽക്ക, കിടക്കയെടുക്ക, പോവുക എന്ന് പറയുന്നത്. പോക, ഇനി പാപം ചെയ്യരുത്. പാപികളായ എത്രയോ മനുഷ്യരെ വിടുതൽ നൽകുന്ന യേശുവിന്റെ വാക്കുകൾ. സഖായി മരമുകളിൽ ഒളിച്ചിരിക്കുകയാണ്. കാട്ടത്തെ മുകളിൽ ഒളിച്ചിരുന്ന സഖായിയുടെ ചാരത്ത് വന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, സഖായിയെ, ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പുത്തൻ ആരംഭത്തിന്റെ വാക്കുകൾ, ആശ്വാസദായകമാക്കിയ വാക്കുകൾ. സ്ത്രീയെ, എന്തിനു കരയുന്നു? നയീന്റെ വിബ്ദവയുടെ കണ്ണുനീര് കാണുന്ന കർത്താവ്, മഗ്ദലന മറിയയുടെ കണ്ണുനീര് കാണുന്ന കർത്താവ് എന്തിനു കരയുന്നു എന്നുള്ള ഒരൊറ്റ ചോദ്യത്തോടുകൂടി അവരുടെ ജീവിതങ്ങളിൽ പ്രത്യാശയുടെ പുത്തൻ നാമ്പുകൾ കിളിർക്കുവാൻ സഹായിക്കുന്ന നമുക്കറിയാം. അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ എത്രയെത്ര ശക്തമായ വാക്കുകൾ, ക്ഷമയുടെ വാക്കുകൾ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കാൽവരി കുരിശിൽ പറയുന്ന ക്ഷമയുടെ യാചനകൾ, ക്ഷണത്തിന്റെ വാക്കുകൾ. എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള ഒരു ക്ഷണം എത്ര ജീവിതങ്ങളെയാണ് രൂപാന്തരത്തിലേക്ക് വഴി നടത്തിയത്. നിത്യജീവന്റെ ഉറവയെക്കുറിച്ചുള്ള നിത്യതയുടെ വാക്കുകൾ, കർത്താവിന്റെ വാക്കുകൾ, ശരിയായ സമയത്ത് പറയുന്ന ശരിയായ വാക്കുകൾ, അവ ജീവദായകങ്ങളാണ്, അവ സന്തോഷദായകങ്ങളാണ്. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരമെന്ന് തിരിച്ചറിയണമെങ്കിൽ കർത്താവായ യേശുവിലേക്ക് നോക്കുക. പ്രിയരെ, താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. നമുക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആ സന്തോഷം പകർന്നു നൽകുവാൻ നമുക്ക് കഴിയുന്നുവോ എന്നത് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. പ്രതിസന്ധിയുടെ മധ്യേ, പ്രയാസത്തിൻ്റെ മധ്യേ, കഷ്ടതയുടെ മധ്യേ, കണ്ണുനീരിൻ്റെ മധ്യേ കടന്നു പോകുന്ന അനുഭവങ്ങളുടെ മധ്യേ നിനക്കായി കരുതുവാൻ ഞാനുണ്ട് എന്ന് പറയുന്ന അനുഭവം. ഒരു മിഷണറി താൻ അയക്കപ്പെട്ട വയൽ പ്രദേശത്ത് പ്രതിസന്ധികൾ നേരിടവേ പ്രയാസത്തോടെ ആയിരിക്കുകയായിരുന്നു, പ്രതിസന്ധികളോടെ ഇരിക്കുകയായിരുന്നു. ആ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും അനുഭവങ്ങളുടെ മധ്യേ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെടുകയാണ്, ഇനി മുമ്പോട്ട് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു കത്ത് വന്നു. ദൂരെ എവിടെയോ അജ്ഞാതനായൊരു മനുഷ്യൻ എഴുതിയൊരു കത്ത്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. നിങ്ങളിലൂടെയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ആ മനുഷ്യന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ അറിയാത്തൊരിടത്തു നിന്ന് താൻ അറിയാത്തൊരാൾ
തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് കത്തെഴുതിയിരിക്കുന്നു. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ജീവിതത്തിൽ അവൻ നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ മനുഷ്യനെ തേടി തൻ്റെ അടുത്ത അവധിക്കാലത്ത് ഈ മിഷണറി എത്തി. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ സഭയിൽ നിന്ന് അയക്കപ്പെട്ടിട്ടുള്ള എല്ലാ മിഷണറിമാർക്കും അദ്ദേഹം മാസത്തിൽ ഒരു കത്തെഴുതും. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എന്ന ഒരു കത്ത്. ആ ഒരു മാസം ആ സഭയിൽ നിന്ന് അയക്കപ്പെട്ടവരെക്കാൾ ഉപരിയായി ആ അയച്ച മിഷണറി സംഘടന, അയച്ച മിഷണറിമാരുടെ വിവരങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥനാ കത്തിലൂടെ ലഭിച്ചപ്പോൾ, ആ മിഷണറിമാരുടെ വിലാസം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ലഭിച്ചപ്പോൾ ആ മിഷണറിമാർക്ക് എല്ലാവർക്കും കത്തെഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവർക്കും എഴുതിയ കത്തിൻ്റെ ഒരു കത്താണ് നിങ്ങൾക്ക് ലഭിച്ചത്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, തക്ക സമയത്ത് ലഭിക്കുന്ന ഒരു വാക്ക് എത്ര മനോഹരമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ അനുഭവമായിരുന്നു അത്. പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളെക്കുറിച്ച്, നീ ചെയ്ത പ്രവൃത്തി മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ അനുഭവത്തെക്കുറിച്ച്. ആർട്ട് തെറപ്പി എന്താണെന്ന് നമുക്കറിയാം. പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന അനുഭവത്തിൽ ഒരുമിച്ച് വന്ന് സാധാരണ രീതിയിൽ നാം പുറംതള്ളുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ക്രിയാത്മകമായി പുത്തൻ കാര്യങ്ങൾ പണിയുവാൻ ശ്രമിക്കുന്നൊരു അനുഭവമാണത്. ഒരു നാൾ പ്രതിസന്ധിയിലിരുന്ന ഒരു കൂട്ടം ആളുകളോട് ചേർന്ന് തെറാപ്പിസ്റ്റ് ഉപേക്ഷിക്കപ്പെട്ട് കുറേ വസ്തുക്കളെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇതിൽ നിന്ന് മനോഹരമായ എന്തെങ്കിലും പണിതുയർത്താം. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നൂൽക്കഷണങ്ങളും തുണിക്കഷണങ്ങളും പേപ്പർ കഷണങ്ങളും കമ്പിക്കഷണങ്ങളും ഉപയോഗിച്ച് അവർ മനോഹരമായ ഒരു ചിത്രം തീർത്തു. ആ ചിത്രത്തിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതിസന്ധിയുടെ മധ്യേ, പ്രയാസത്തിന് മധ്യേ അവിടെ എത്തി ഈ രൂപത്തെ മെനഞ്ഞെടുത്ത, ഈ ചിത്രത്തെ മെനഞ്ഞെടുത്ത വ്യക്തിയോട് ആ തെറാപ്പിസ്റ്റ് പറഞ്ഞു, ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്ന് എത്ര മനോഹരമായൊരു വസ്തുവിനെയാണ് നീ മെനഞ്ഞെടുത്തിരിക്കുന്നത്. മനോഹരമായിരിക്കുന്നു. ജീവിതവും ഇങ്ങനെ നമുക്ക് മനോഹരമാക്കുവാനായിട്ട് കഴിയും. ആ ഒരു വാക്ക് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് പിന്നീട് അവൻ പറയുന്നത്, ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, തച്ചുടയ്ക്കപ്പെട്ടതായിരുന്നു എൻ്റെ ജീവിത അവസ്ഥ. പക്ഷെ ആ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുനർനിർമ്മിതി സാധ്യമാണെന്ന്, പുത്തനാരംഭങ്ങൾ സാധ്യമാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയ ഇടപെടലായിരുന്നു അവിടെ നാം കണ്ടത്. ചിലപ്പോൾ ഈ മനോഹരമായ വാക്കുകൾ തകർന്ന ബന്ധങ്ങളുടെ മധ്യേ ക്ഷമയുടെ വാക്കുകളായി മാറും. അകൽച്ച ജീവിതത്തെ ബാധിക്കുമ്പോൾ, അത് ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് വഴി നടത്തുമ്പോൾ ഒരാൾ ഒരു നാൾ നടന്നു വരികയാണ്. ഒരിക്കൽ സുഹൃത്തുക്കളായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട് വഴക്കുണ്ടായി, പിരിഞ്ഞു, പല വഴിക്കായി. ഇപ്പോഴിതാ വീണ്ടും നടന്നു വരികയാണ് അയാൾ അരികിലേക്ക്. എന്തിനാവും ഇക്കുറി അയാൾ നടന്നു വരുന്നത്? ഉമ്മറത്ത് ആശങ്കയോടെ കാത്തു നിൽക്കുകയാണ് മറ്റേയാൾ. അരികിലെത്തുന്ന അയാൾ കരം പിടിച്ച് മുറുകെ പിടിച്ചു പറഞ്ഞു, സുഹൃത്തെ, എന്നോട് ക്ഷമിക്കുക, തെറ്റുപറ്റിപ്പോയി. മറ്റേയാൾ, എനിക്കും തെറ്റുപറ്റി എൻ്റെ പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞ് ആശ്ലേഷം ചെയ്യുമ്പോൾ, അകൽച്ച ഉരുകിപ്പോകുമ്പോൾ, വീണ്ടും ഒന്നാകുമ്പോൾ തക്ക സമയത്ത് പറഞ്ഞ ഒരു വാക്ക്, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞൊരു വാക്ക് എത്ര മനോഹരമായ അനുഭവമായി മാറുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? അത് എത്ര നല്ല ആശയമാണ്. നീ എത്ര സ്നേഹിക്കപ്പെടുന്നുവെന്ന് നീ അറിയുക. നിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദൈവം അറിയുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ. ചിലപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അരികെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രയത്നിച്ചാലോ, ഞാൻ സഹായിച്ചാലോ എന്ന് പറഞ്ഞ് സഹായഹസ്തം നീട്ടുന്ന എത്രയോ അനുഭവങ്ങൾ. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിനക്കത് ചെയ്യുവാൻ കഴിയും എന്ന് പറയുന്ന എത്രയോ അനുഭവങ്ങൾ. ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ എത്ര മനോഹരം എന്ന് തിരിച്ചറിയുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും എന്ന ജ്ഞാനിയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. തക്ക സമയം. എന്താണ് തക്ക സമയം?
ഒരു വ്യക്തിക്ക് ആ ഒരു വാക്ക് ഏറ്റവും അത്യാവശ്യമായ നിമിഷത്തിൽ നമ്മിൽ നിന്ന് ആ വാക്ക് ഉണ്ടായാലോ? തക്ക സമയമെന്നത് നമുക്ക് അവഗാഹമായി പഠിക്കുവാൻ കഴിയുന്ന ഒരാശയമാണ്. മരണത്തിൻ്റെ, വിരഹത്തിൻ്റെ വേദനയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തക്ക സമയത്ത് ആശ്വാസമായി അരികിലെത്തി നീ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മപ്പെടുത്തൽ ഏത് നിമിഷത്തിലാണ്? ചിലപ്പോൾ നാം കരുതും ആ മരണ വാർത്ത അറിയുമ്പോഴുള്ള പ്രതിസന്ധിയിലാണ്. ചിലപ്പോൾ നാം കരുതും ആ അടക്ക ശുശ്രൂഷയുടെയും ആൾക്കൂട്ടത്തിൻ്റെ മധ്യേ ചെന്ന് മുഖം കാണിക്കുന്ന അനുഭവത്തിലാണ്. പക്ഷേ പലപ്പോഴും ആളും അരങ്ങും ഒഴിഞ്ഞത് ഒറ്റയ്ക്കായിട്ട് നഷ്ടബോധത്തിൻ്റെ ആഴങ്ങളും ശൂന്യതയുടെ പൊരുളും ഗ്രഹിക്കുമ്പോൾ, ഒറ്റയ്ക്കായി പോയതിൻ്റെ അഗാധതകളെ തിരിച്ചറിയുമ്പോഴാണ് ഒരാളുടെ സാന്ത്വന സാന്നിധ്യം, ഒരാളുടെ സാന്ത്വന സ്പർശം തക്ക സമയത്തെത്തുന്ന സാന്ത്വനമായി മാറുന്നത്. ചിലപ്പോൾ വിദ്യാർത്ഥികൾ പരാജയത്തിൻ്റെ കയ്പിൽ അമർന്നിരിക്കുമ്പോൾ അരികിലെത്തുന്നൊരു അധ്യാപകൻ വിട്ടുകൊടുക്കരുത്, ഈ നിമിഷം നീ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിനക്ക് പിന്നീട് ഒരു പക്ഷേ തിരികെ വരുവാൻ പ്രയാസമാകും, അതുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞ അനുഭവങ്ങളോ? എല്ലാ വിഷയത്തിലും ഒരു കാരണത്താൽ പരാജയപ്പെട്ടൊരു പൈതൽ വീട്ടിലെത്തി. തന്നെ അപ്പൻ ഒരുപക്ഷെ വഴക്കു പറയുമെന്ന പേടി അവനുണ്ടായിരുന്നു. പക്ഷേ ആ പ്രോഗ്രസ് റിപ്പോർട്ട് കയ്യിലെടുത്തിട്ട് അപ്പനൊന്ന് ചിരിച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, മകനെ, ഈ പരാജയങ്ങളൊന്നും നീ ആരെന്ന് നിർണയിക്കുന്നില്ല, ഈ പരാജയങ്ങളൊന്നും നിന്റെ ഭാവിയെ നിർണയിക്കുന്നില്ല. അത് പിൻവയ്ക്കുക, മുന്നോട്ട് പോകുവാനുള്ള മാർഗം അന്വേഷിക്കുക. നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് ആഗ്രഹമുള്ളത് ചെയ്യുവാൻ ശ്രമിക്കുക. മകൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഒരു പുതിയ സ്കൂളിൽ പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കണം. അപ്പൻ മകനെ സഹായിച്ചു. പുതിയയിടത്ത് എത്ര മനോഹരമായി അവൻ മുന്നേറിയെന്നറിയാമോ? പ്രിയമുള്ളവരെ, ശരിയായ സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം രേഖപ്പെടുത്തുന്നു. ജീവിതത്തിൽ വീണുപോകുന്നവരുണ്ട്. സാധാരണ ഒരാൾ വീണുപോയാൽ വഴിയാത്രക്കാർ അയാളെ നോക്കി ചിരിക്കാറുണ്ട്. എന്നാൽ ആ പുഞ്ചിരിയുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അരികിലെത്തി എഴുന്നേൽക്ക, ബഹുദൂരം പോകേണ്ടതുണ്ടല്ലോ എന്ന് എലിയാവിനോട് പറഞ്ഞതുപോലെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന അനുഭവമാണ് തക്ക സമയത്തുള്ള ഇടപെടലുകൾ. പ്രതിസന്ധികളുടെ മധ്യേ എങ്ങോട്ട് പോകണമെന്നറിയാതെ നാൽക്കവലയിൽ നിന്നുകൊണ്ട് എവിടേക്ക് തിരിയണമെന്നറിയാതെ നിൽക്കുന്നവരോട് കരം പിടിച്ചിട്ട് ഇതിലേ പോവാം, ഇതാണ് ശരിയായ വഴി എന്ന് പറയുന്ന അനുഭവം. അതുപോലെ തന്നെ നിരാശയിലും ലജ്ജയിലുമായി പോകുന്ന മനുഷ്യർ അവരുടെ അരികിൽ ചെന്നിട്ട് ദൈവം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ അറിയുന്നു, നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന അനുഭവം. തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ, മനോഹരമായ വാക്കുകളെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിച്ച് നമുക്ക് ധ്യാനം അവസാനിപ്പിക്കാം. ഒരു വ്യക്തി കടന്നു വരുന്നത് കാണുമ്പോൾ നിന്റെ സാന്നിധ്യം എത്ര സന്തോഷദായകമെന്ന് ആ വ്യക്തിയോട് പറഞ്ഞാലോ? ആശ്ലേഷത്തിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ നീ ഇവിടെ വന്നിരിക്കുന്നത് എത്ര സന്തോഷകരമെന്ന് പറയുമ്പോൾ, താൻ സ്വാഗതം ചെയ്യപ്പെടുന്നു, താൻ സ്വീകാര്യനായി മാറുന്നുവെന്ന് തിരിച്ചറിയ ഒരു വ്യക്തിക്കുണ്ടാകുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയേണ്ട സമയത്ത് പറയേണ്ട വ്യക്തിയോട് പറയേണ്ട രീതിയിൽ പറയുമ്പോൾ, ജീവിത പങ്കാളികളോട് അത് ആവർത്തിച്ച് പറയുമ്പോൾ, മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അത് ആവർത്തിച്ച് ഉറപ്പിക്കുമ്പോൾ, അത് എത്ര മനോഹരമായ വാക്കുകളാണ്. പ്രോത്സാഹനത്തിൻ്റെ, ചെയ്ത കാര്യങ്ങൾ നന്നായിരിക്കുമെന്ന് പറയുന്ന നന്മയുടെ വാക്കുകൾ, അതെത്ര മനോഹരമായ വാക്കുകളാണ്. ജീവിതത്തിൽ എത്തിപ്പെടുവാൻ കഴിയാതെ കിതയ്ക്കുന്ന മനുഷ്യരുടെ അരികിലെത്തി പതുക്കെ മതി, മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, പതുക്കെ മനോഹരമായി നമുക്കത് ചെയ്യാം, ഉടഞ്ഞു പോയതിനെ പുനർനിർമ്മിക്കാം എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന മനോഹരമായ വാക്കുകൾ. ജീവിതത്തിൽ
പരാജയങ്ങളുടെ മധ്യേ നിഴലുകളോട് പോലും സംസാരിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നിഴലുകൾക്ക് നിന്നോട് പറയുവാനുള്ളത് കേൾക്കുക. അത് സൗഖ്യത്തിൻ്റെ ആരംഭമാകും എന്ന് പറഞ്ഞ് ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഇടപെടലുകൾ അനേകം. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ അരികിൽ ചെന്നിട്ട് ഇനിയും താമസിച്ചു പോയിട്ടില്ല, ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് ഒരിക്കലും താമസിച്ചു പോയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ചിത്രം. സ്നേഹിതരെ, വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വാക്കുകളുടെ മനോഹാരിതയെക്കുറിച്ച്, വാക്കുകൾ നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ഞാനീ പറയുന്ന ഈ സദൃശവാക്യം അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രസക്തമാണ്. നാം എന്ത് പറയുന്നു, നാം എപ്പോൾ പറയുന്നു, നാം എങ്ങനെ പറയുന്നുവെന്ന് വളരെ അവഗാഹമായി ചിന്തിക്കുവാൻ, ആ ചിന്തകൾ നമ്മുടെ വാക്കുകളെ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സദൃശവാക്യമായി ഇത് മാറണം. ഒരിക്കൽ കൂടി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ഈ മനോഹരമായ സദൃശവാക്യത്തിൻ്റെ ഇതിലും അവഗാഹമായ അർത്ഥതലങ്ങൾ തിരിച്ചറിയുവാൻ ജീവിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും ദൈവാത്മാവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.